ഒരു മനുഷ്യന് 200 വയസ്സ് വരെ ജീവിക്കാൻ കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും? കേൾക്കുമ്പോൾ അത്ഭുതം തോന്നാം. ഒരു 40 വയസ്സ് വരെയൊക്കെ ജീവിച്ച് കിട്ടിയാൽ തന്നെ വലിയ ഭാഗ്യമെന്ന് തമാശക്ക് പറയാറുണ്ടെങ്കിലും ദീർഘായുസ് സംബന്ധിച്ച് എന്തെങ്കിലും കാര്യം കേട്ടാൽ അറിയാതെ ഒന്ന് ശ്രദ്ധിച്ചു പോകും. ശാസ്ത്രലോകം ഇപ്പോൾ അങ്ങനെ ഒരു കണ്ടെത്തലിന് പിന്നാലെയാണ്. ദീർഘായുസിന്റെ ആ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നതാകട്ടെ തിമിംഗലങ്ങളിലാണ്. കൂടുതൽ അറിയാം, സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഭൂമിയിലെ ഏറ്റവും കൂടുതൽ കാലം ജീവിക്കുന്ന സസ്തനിയായ ബോഹസ് തിമിംഗലങ്ങളിൽ നിന്ന് കണ്ടെത്തിയ ഒരു പ്രത്യേക പ്രോട്ടീൻ മനുഷ്യായുസ് ഇരട്ടിയിലധികമാക്കാൻ സഹായിച്ചേക്കുമെന്നാണ് പുതിയ പഠനങ്ങൾ. ആർട്ടിക് സമുദ്രത്തിലെ അതിശൈത്യത്തിൽ വസിക്കുന്ന ബോഹഡ് തിമിംഗലങ്ങൾ ഏകദേശം 200 വർഷത്തിലധികം ജീവിക്കുമെന്ന് ശാസ്ത്രീയമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചിലത് 268 വർഷം വരെ ജീവിച്ചിരിക്കുമെന്നും കണക്കാക്കുന്നു. മനുഷ്യർക്ക് ശരാശരി 70 മുതൽ 80 വർഷമേ ഉള്ളൂ. പക്ഷേ ഈ തിമിംഗലങ്ങൾക്ക് ക്യാൻസറും മറ്റ് വാർദ്ധക്യ രോഗങ്ങളും വളരെ കുറവുമാണ്. ചില തിമിംഗലങ്ങളുടെ ശരീരത്തിൽ നിന്ന് 19ാം നൂറ്റാണ്ടിലേക്ക് വേട്ടയ്ക്ക് ഉപയോഗിക്കുന്ന ഹാർപ്പൂണുകൾ കണ്ടെത്തിയത് അവയുടെ ദീർഘായുസ്സിന് തെളിവാണ്. ഇത്രയും കാലം ജീവിച്ചിട്ടും ഇവയ്ക്ക് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരാത്തത് ശാസ്ത്രജ്ഞരെ എന്നും അത്ഭുതപ്പെടുത്തിയിരുന്നു. കോടിക്കണക്കിന് കോശങ്ങളുള്ള ഇത്തരം കൂറ്റൻ ജീവികളിൽ കോശവിഭജനം നടക്കുമ്പോൾ ക്യാൻസറിനുള്ള സാധ്യത കൂടുതലാണ്. ഇതാണ് ശാസ്ത്രലോകത്തെ പെറ്റോസ് പാരഡോക്സ് എന്നറിയപ്പെടുന്നത്. എന്നാൽ ഇതിനെയെല്ലാം മറികടക്കാൻ ഇവയ്ക്ക് ഒരു സവിശേഷ കഴിവുണ്ട്. യൂണിവേഴ്സിറ്റി ഓഫ് റേച്ചസിലെ ശാസ്ത്രജ്ഞരാണ് വിപ്ലവകരമായ ഈ കണ്ടെത്തൽ നടത്തിയത്. ശാസ്ത്രജ്ഞരായ വീര ഗോർബുനോവ, ആൻഡ്രേ സലൂവനോവ് എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ പഠനത്തിൽ CIRBP എന്ന പ്രോട്ടീൻ കണ്ടെത്തി. മറ്റ് സസ്തനികളെ അപേക്ഷിച്ച് ബോഹഡ് തിമിംഗലങ്ങളിൽ ഈ പ്രോട്ടീൻ്റെ അളവ് 100 മടങ്ങ് അധികമാണെന്നാണ് ഇവർ കണ്ടെത്തിയത്. നമ്മുടെ ശരീരത്തിലെ DNA സംഭവിക്കുന്ന കേടുപാടുകൾ പരിഹരിക്കാൻ ഈ പ്രോട്ടീൻ സഹായിക്കുന്നു. കോശങ്ങളിലെ DNA തകരാറിലാകുന്നതാണ് പ്രായമാകുന്നതിനും ക്യാൻസറിനും പ്രധാന കാരണം. CIRBP ഒരു മാസ്റ്റർ റിപ്പയർ ടെക്നീഷ്യനെ പോലെ പ്രവർത്തിച്ച് DNA വിള്ളലുകളെ കൃത്യയോടെ കൂട്ടിയിണക്കുന്നു. ഈ കണ്ടുപിടുത്തം മനുഷ്യരിൽ എത്രത്തോളം ഫലപ്രദമാകുമെന്നറിയാൻ ശാസ്ത്രജ്ഞർ പരീക്ഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തിമിംഗലങ്ങളിൽ നിന്നുള്ള ഈ പ്രോട്ടീൻ ഈച്ചകളിലും മനുഷ്യകോശങ്ങളിലുമാണ് പരീക്ഷിച്ചത്. അവിശ്വസനീയമായ ഫലമായിരുന്നു ശാസ്ത്രജ്ഞർക്ക് ലഭിച്ചത്. മനുഷ്യകോശങ്ങളിലെ DNA റിപ്പയറിംഗ് ശേഷി വർദ്ധിച്ചതായി കണ്ടെത്തി. ഈച്ചകളിൽ ഈ പ്രോട്ടീൻ കുത്തിവെച്ചപ്പോൾ അവയുടെ ആയുസ് ഏകദേശം 20% വരെ കൂടുന്നതായും നിരീക്ഷിക്കപ്പെട്ടു. കൗതുകമുള്ള മറ്റൊരു കാര്യം എന്തെന്നാൽ ഈ പ്രോട്ടീൻ തണുപ്പിനോട് പ്രതികരിക്കുന്ന ഒന്നാണ്. തിമിംഗലങ്ങൾ തണുത്ത വെള്ളത്തിൽ ജീവിക്കുന്നതിനാലാവാം ഇവയുടെ ശരീരത്തിൽ ഈ പ്രോട്ടീൻ ഇത്രയധികം ഉള്ളതെന്നാണ് ശാസ്ത്രം പറയുന്നത്. മനുഷ്യരിൽ പരിസ്ഥിതി അല്ലെങ്കിൽ ജീവിതശൈലി ഘടകങ്ങൾ പ്രോട്ടീനെ സ്വാധീനിക്കുമോ എന്ന ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ് ഈ കണ്ടെത്തൽ. തണുത്ത വെള്ളത്തിലുള്ള കുളിയോ തണുത്ത അന്തരീക്ഷമോ ഈ പ്രോട്ടീൻ്റെ പ്രവർത്തനം ചെറിയ തോതിൽ ഉണർത്താൻ സഹായിച്ചേക്കുമെന്നും ഗവേഷകർ സൂചിപ്പിക്കുന്നു. എങ്കിലും മനുഷ്യായുസ് 200 വർഷമായി വർദ്ധിപ്പിക്കുന്ന മരുന്നുകളോ ചികിത്സകളോ ഉടൻ ലഭ്യമാകില്ല. ഇവ ആദ്യഘട്ടത്തിലുള്ളതാണെന്നും പ്രായോഗിക സാധ്യതകൾ ആരായുന്നതിന് മുമ്പ് കൂടുതൽ ഗവേഷണം ആവശ്യമാണെന്നും ശാസ്ത്രം പറയുന്നു. ക്ലിനിക്കൽ ട്രയലുകൾക്കും കൂടുതൽ പഠനങ്ങൾക്കും ഇനിയും വർഷങ്ങൾ വേണ്ടിവരും.